ജൂബിലി വർഷമായി ആചരിക്കുകയാണല്ലോ. ഈ ജൂബിലി വർഷം എന്താണ്? ക്രിസ്തീയ പാരമ്പര്യം അനുസരിച്ച് 5 വർഷം കൂടുമ്പോഴുള്ള ഒരു വർഷം ജൂബിലി വർഷമായി പ്രഖ്യാപിച്ചു. ഇതിന്റെ താഴ്വേരുകളൊന്ന് തേടിപ്പോവുകയാണെങ്കിൽ പഴയ നിയമത്തിലെ ലേവ്യരുടെ പുസ്തകം 25-ാം അധ്യായം നമുക്ക് കാണുവാൻ സാധിക്കും. ഹെബ്രായ മനുഷ്യർ 50 വർഷം കൂടുമ്പോൾ അടിമകളെ മോചിപ്പിക്കുകയും കടങ്ങൾ ക്ഷമിക്കുകയും ചെയ്തുകൊണ്ട് ജൂബിലി ആഘോഷിച്ചിരുന്നു. 1300-ാം ആണ്ടിലാണ് ബോണിഫസ് മാർപ്പാപ്പ ആദ്യമായി ക്രിസ്തീയ ജൂബിലി ആചരിക്കുന്നത്. ആ കാലഘട്ടത്തിൽ 100 വർഷം കൂടുമ്പോഴും പിന്നീട് 1342-ൽ 50 വർഷം കൂടുമ്പോഴും ജോൺ പോൾ 6-ാമൻ മാർപ്പാപ്പ അതിനുശേഷം 25 വർഷം കൂടുമ്പോഴും ജൂബിലി ആചരിക്കാൻ വേണ്ടി പ്രഖ്യാപിച്ചു. 2000 വർഷങ്ങൾക്ക് മുൻപ് നമ്മുടെ രക്ഷകന്റെ ജനനത്തോടനുബന്ധിച്ച് നാം മഹാജൂബിലി ആചരിച്ചിരുന്നു. അതുപോലെ തന്നെ 2033-ൽ ഈശോയുടെ മരണത്തെ കുറിച്ചുള്ള 2000-ാം ആണ്ട് ആഘോഷിക്കാൻ വേണ്ടി നമ്മളൊരു അസാധാരണ ജൂബിലി പ്രതീക്ഷിക്കാം. 2024 ഡിസംബർ 24-ന് സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിലെ വിശുദ്ധിയുടെ വാതിൽ തുറന്നുകൊണ്ട് ഫ്രാൻസിസ് മാർപ്പാപ്പ ആരംഭിച്ച ഈ ജൂബിലി വർഷം 2026 ജനുവരി 6-ന് വിശുദ്ധ വാതിൽ അടയ്ക്കുന്നത് വരെ നീണ്ടു നിൽക്കുന്നു. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ബുൾ ഓഫ് ഇൻഡെക്സിന്റെ പ്രാരംഭത്തിൽ കാണുന്നത് പോലെ പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല എന്നതാണ് ഈ ജൂബിലി വർഷത്തിന്റെ ഏകീകൃതമായിട്ടുള്ള പ്രമേയം. ഈ വർഷം പ്രത്യാശയുടേത് മാത്രമല്ല, ഇത് പ്രാർത്ഥനയുടെയും തീർത്ഥാടനത്തിന്റെയും അതുപോലെ തന്നെ ദണ്ഡവിമോചനത്തിന്റെയും അനുരഞ്ജനത്തിന്റെയും വർഷം കൂടിയാണ്. പ്രത്യാശയുടെ തീർത്ഥാടകർ എന്ന പ്രമേയമാണ് ഈ 2025 ജൂബിലി വർഷം നടക്കുന്നത്. അതുപോലെ തന്നെ നമുക്കും പ്രത്യാശയിലും വിശുദ്ധിയിലും പ്രാർത്ഥനയിലും അനുരഞ്ജനത്തിലും ഈ വർഷം കൊണ്ടാടാം. തീനാളം പോലെ പ്രത്യാശ ജ്വലിക്കുന്നു, എന്നിലെ ഗാനമിതാ നിന്നിലണയ്ക്കുന്നു. ജീവൻ ഉറവിടമേ, അന്ത്യമിഴാത്തോനേ, ജീവിതപാതകളിൽ ശരണം നീ മാത്രം. ജൂബിലി, മഹാജൂബിലി, ഈശോ മിശിഹാതൻ മഹാജൂബിലി. ജൂബിലി, മഹാജൂബിലി, ഈശോ മിശിഹാതൻ മഹാജൂബിലി. ജനപദമെല്ലാം തിരുവചനത്തിൽ സത്യവെളിച്ചം കണ്ടു സൗഖ്യം നേടി. ചിതറിയലഞ്ഞോർ താവക സൂനുവിൽ ദൈവിക ഭവനം കണ്ടു സ്വർഗം നേടി. ജൂബിലി, മഹാജൂബിലി, ഈശോ മിശിഹാതൻ മഹാജൂബിലി. ജൂബിലി, മഹാജൂബിലി, ഈശോ മിശിഹാതൻ മഹാജൂബിലി. കരുണാവാരിധേ ക്ഷമതന്നുറവേ
പ്രത്യാശിച്ചു നിന്നിൽ കരുതുന്നവരേ. മണ്ണും വിണ്ണും പുതുതാം സൃഷ്ടിയാൽ ജീവാത്മാവിൽ നിത്യം മോചിതമായി. ജൂബിലി, മഹാജൂബിലി, ഈശോ മിശിഹാതൻ മഹാജൂബിലി. ജൂബിലി, മഹാജൂബിലി, ഈശോ മിശിഹാതൻ മഹാജൂബിലി. മിഴികളുയർത്താം കാറ്റതു വീശട്ടെ, മണ്ണിൽ രക്ഷകനീശോ ആഗതനായി. എല്ലാക്കുമെല്ലാമായി ദൈവം മനുഷ്യനായി അവനിലേവരും യേശുവിൻ വഴിയത് പുണരും. ജൂബിലി, മഹാജൂബിലി, ഈശോ മിശിഹാതൻ മഹാജൂബിലി. ജൂബിലി, മഹാജൂബിലി, ഈശോ മിശിഹാതൻ മഹാജൂബിലി. തീനാളം പോലെ പ്രത്യാശ ജ്വലിക്കുന്നു, എന്നിലെ ഗാനമിതാ നിന്നിലണയ്ക്കുന്നു. ജീവൻ ഉറവിടമേ, അന്ത്യമിഴാത്തോനേ, ജീവിതപാതകളിൽ ശരണം നീ മാത്രം. ജൂബിലി, മഹാജൂബിലി, ഈശോ മിശിഹാതൻ മഹാജൂബിലി. ജൂബിലി, മഹാജൂബിലി, ഈശോ മിശിഹാതൻ മഹാജൂബിലി. ജൂബിലി, മഹാജൂബിലി, ഈശോ മിശിഹാതൻ മഹാജൂബിലി. പൈതൃകമായ സ്നേഹവും സംരക്ഷണവും ലഭിക്കാനിടയാകട്ടെ. ഈശോയുടെ സുവിശേഷം അനുസരിച്ച് നിത്യജീവിതത്തെ ലക്ഷ്യമാക്കി ജീവിക്കുവാനും സുവിശേഷത്തിന് സാക്ഷികളാകുവാനും ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. ജീവിതത്തിലെ എല്ലാ പ്രതികൂല സാഹചര്യങ്ങളിലും അങ്ങയുടെ പരിപാലനത്തിൽ ആശ്രയിച്ചുകൊണ്ട് പ്രത്യാശയോടെ മുന്നേറുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. നമുക്കെല്ലാവർക്കും പരസ്പര സ്ഥിതിയെല്ലാം അടുത്ത ആഴ്ച നോമ്പ് തുടങ്ങുന്നതാണ് നമ്മളത് ഇപ്പോൾ ക്വിസിന് വഴിയായിരിക്കും നടത്തുന്നത്. ഇന്ന് നമ്മുടെ അച്ഛനും സിസ്റ്റർമാരൊക്കെ വന്നിട്ട് നമ്മുടെ പ്രാർത്ഥന വളരെ ഭംഗിയായിട്ട് തന്നെ നടന്നു. അച്ഛൻ വളരെ നല്ലൊരു സന്ദേശം നൽകി, പിന്നെ ആൻഡ്രിയ നല്ലൊരു സന്ദേശം നൽകി. നമ്മുടെ പ്രാർത്ഥന ഇനിയിപ്പോൾ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് നമുക്ക് വീടൊരുക്കി തന്ന ബാബുചേട്ടനും നമുക്കിനി കിട്ടാൻ പോകുന്ന ചായക്ക് നമ്മൾ നന്ദി പറയുകയാണ്. എല്ലാവരും ഈ വാർഡുകാർക്ക് നന്ദി പറഞ്ഞുകൊണ്ട് വാക്ക് നിർത്തുന്നു.